ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ RDX, തല്ലുമാല തുടങ്ങിയ സിനിമകൾക്കൊക്കെ ശേഷം ഇതാ മലയാളത്തിൽ നിന്ന് വീണ്ടും ഇതാ ഒരു മുഴുനീള ആക്ഷൻ ചിത്രം വരാൻ പോവുകയാണ്. ചിത്രത്തിന്റെ പേര് ഇടിയൻ ചന്തു എന്നാണ്. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേട്ടോ ഈ ഒരു സിനിമയ്ക്ക് നായകനായിട്ട് എത്തുന്നത്. വളരെയധികം കോമഡി റോളുകൾ അല്ലെങ്കിൽ റൊമാന്റിക് റോളുകളിലൂടെ മാത്രം നമുക്ക് സുപരിചിതനായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു മാസ് മസാല ആക്ഷൻ എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പീറ്റർ ഹെയ്നാണ് ഈ സിനിമയ്ക്ക് സ്റ്റാൻഡ് ഒരുക്കിയിരിക്കുന്നത്. കൂടെ അറിയുമ്പോൾ നമ്മുടെ കാണാനുള്ള ആകാംക്ഷ വർദ്ധിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം നാളെ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നോക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചാണ്. ശ്രീജിത്ത് വിജയനാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ച് ട്രെയിലർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അങ്കിളല്ലേ അവനോട് പറഞ്ഞ സൈകെട്ടൻ കൊടുത്തോളാൻ. അവൻ ഇത്രക്ക് സൈകെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞ. ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരാൾ ആദ്യമേ കാണിക്കുന്നില്ല. കുക്കുറ് കണ്ടു. നീ നല്ലോണം നിന്നാ നിനക്കുള്ള അല്ലെങ്കിൽ ഇടികൊണ്ട് തീരുന്നീ. പഠിക്കാൻ വന്നാണ്. തുടക്കം ഒരു കോമഡി ട്രാക്കിൽ കൂടെ തന്നെയാ പോകുന്നത് തോന്നുന്നു. അയ്യോ, ഇതൊരു +2 പയ്യൻ അവന്റെ ക്ലാസ്മേറ്റ് വേറൊരു +2 പയ്യനെ ഒന്നിടിച്ചു. ഇതിനെങ്ങനെ ഉണ്ടാവും? പിന്നെ പയ്യൻ ഈ മുതുക്കൻ +2 പാസ്സാവുന്നതിന് കരക്കാര് പിള്ളേർന്ന് പഠിച്ചേ. എല്ലാരും ചെറുകെ കഴിച്ചു. ഇനി ഇവിടെ ഇങ്ങനത്തെ ഭാഷപ്പേരോട് നടക്കത്തില്ല കേട്ടോ. മാന്യമായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ കൊള്ളു പഠിപ്പിച്ച് നിന്റെ ചന്തിക്കൊക്കെ ഞാൻ ടീച്ചർ കണ്ട പോലെ ഒന്നും അല്ലല്ലോ. ഫൈറ്റ് ഒക്കെ എവിടെ? അവൻ ശരിക്കും നന്നായി വല്യമ്മ. തുടങ്ങി. അപ്പൊ നീ ആയിരുന്നല്ലോ ഇതിന്റെയൊക്കെ പിന്നില്. ഞാൻ പോലീസിനെ വിളിക്കാത്തത് നിന്നെ ഓർത്തിട്ടാണ്. ഇനി നിറഞ്ഞോട്ട് വരാതിരിക്കാനാ നിന്നെ ഇവിടെ കേറ്റാൻ പഠിച്ചത്. ചന്തുവിനും ഇതിനകത്ത് നല്ല റോള് തന്നെയാ കൊടുത്തേക്കുന്നത് തോന്നി. പഠിക്കാൻ വേണ്ട, പരീക്ഷ എഴുതണം. ഇനി ചന്തുവിന്റെ കാര്യം നീ വിഷമിക്കണ്ട. അവന് ഒരു കുഴപ്പത്തിന് പോവാൻ ഞാൻ നോക്കാം. എന്താ പറയുക, ഫൈറ്റ് കാണും വെറുതെ നല്ലൊരു രോമാഞ്ചം ഇങ്ങനെ കിട്ടും. എന്റെ വക ഒരു 100 കൂടി. ഇപ്പൊ സാറുമാരും പിള്ളേരും മൊത്തത്തിൽ സ്കൂളിൽ കിടന്ന് അടിക്കാൻ തോന്നുന്നുണ്ട്. ചിത്രം മലയാളത്തിന് പുറമെ തമിഴും തെലുങ്കിലും ഹിന്ദിയിലൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. എന്തൊക്കെയാണ് RDX തല്ലുമാല പോലെ തന്നെ ചിത്രവും ഞെട്ടിക്കും നമുക്ക് നോക്കാം. തല്ലുമാല പ്രത്യേകിച്ച് ഒരു കോമഡി ട്രാക്ക് കഥ പറഞ്ഞ് അത്ര ആക്ഷൻ സീൻസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ ആകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ ചിത്രത്തിൻ്റെതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ട്രെയിലർ നൽകിയ പ്രതീക്ഷ തെറ്റാതിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പം ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഒരു ജൂൺ വരെ അത്യാവശ്യം നല്ലൊരു ടൈം തന്നെയായിരുന്നു. മലയാള സിനിമയുടെ പീക്ക് ടൈം തന്നെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. മാസം ഇറങ്ങുന്ന ഒരു സിനിമയ്ക്ക് 100 കോടി വെച്ചടിക്കുന്നു, അല്ലെങ്കിൽ 2-3 സിനിമകൾ വിജയിക്കുന്നു. ആ ഒരു ലിസ്റ്റിലോട്ട് ജൂലൈ ആയപ്പോൾ ഡൗൺ ആയി വീണുപോയി. ഉള്ളൊരുക്കം എന്ന് പറയുന്ന സിനിമ ഭേദപ്പെട്ട വിജയം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിച്ചില്ല. അതേസമയം നമ്മുടെ തെലുങ്ക് ചിത്രമായ കൽക്കി എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വന്ന് അടിച്ചു തൂക്കി കളക്ഷനൊക്കെ നേടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ 2 ഫ്ലോപ്പായ സാഹചര്യത്തിൽ നിലവിൽ ഈ ആഴ്ച വലിയ രീതിയിലുള്ള തിയേറ്റർ ഇടിയൻ ചന്തുവിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നാളെ നമ്മൾ ചിത്രം കാണുന്നതായിരിക്കും. ചിത്രം കണ്ടതിന് ശേഷം നമ്മൾ ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുപ്പിനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമകളുടെ റിവ്യൂകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.